KSRTC ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ പഴയ നിലയിലാക്കാൻ 2 മാസത്തിലധികം സമയമെടുക്കും. പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള മുരളി തൃശ്ശൂരിലെത്തി തകരാറുകളൊക്കെ പരിശോധിച്ചു. KSRTC തന്നെ ഈ പ്രതിമ പഴയ നിലയിലാക്കാനുള്ള ചെലവ് വഹിക്കും. കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ചു കയറിയത്. അതോടുകൂടി പ്രതിമ പൂർണ്ണമായും വീഴുകയും ചെയ്തു. ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഈ പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള മുരളി അദ്ദേഹം ശില്പി ഇവിടെ എത്തുകയും ഇത് പരിശോധിക്കുകയും ചെയ്തു. കൃത്യമായി 2 മാസത്തോളം ആണ് ഇനിയിപ്പോൾ ഇത് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. KSRTC തന്നെയാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തികളെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത്. അവർ തന്നെ അതിൻ്റെ ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രതിമ ഇവിടെ നിന്നും കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ഈ അദ്ദേഹത്തിൻ്റെ ശില്പിയുടെ ഈ പ്രവർത്തികളെല്ലാം നടക്കുന്ന അല്ലെങ്കിൽ ഈ ശില്പങ്ങളെല്ലാം നിർമ്മിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോയ ശേഷമായിരിക്കും അവിടെ വെച്ചായിരിക്കും അറ്റകുറ്റപ്പണികൾ നടത്തുക. ഇവിടെ ഞങ്ങളെ ഫാക്ടറിയിലാണ് ക്രെയിനൊക്കെ ഉണ്ട്. ഇവിടെ തൂക്കി ലോറി കൊണ്ടുപോകും. ഇവിടെ പെട്ടെന്ന് തീരും. ഇവിടെ എൻ്റെ മെറ്റീരിയൽ ഗ്യാസുണ്ട്, ഇവിടെ കിട്ടില്ല. 2020 ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചത്. ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്നത് വളരെയേറെ ഒരു ആവശ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നതിനെ തുടർന്നാണ്. അതായത് തൃശ്ശൂരിൻ്റെ ശില്പിയായ തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പിയുടെ ഒരു പ്രതിമ ഇത്രയും കാലമായി നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2020 നിരവധി ഭാഗങ്ങളിൽ നിന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് കുറേ നാളത്തെ ഒരു പരിശ്രമത്തിന് ശേഷമാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. എന്തായാലും നിലവിൽ ഇത് പഴയ സ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. KSRTC തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റെ ചെലവ് കാര്യങ്ങളായാലും മറ്റ് പ്രവൃത്തികളെല്ലാം തന്നെ അവർ തന്നെ നിർവഹിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്.